അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധന തുടരുകയാണ്. ഇതുവരെയായി 30ഓളം മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനിയുടെ മൃതദേഹം തിരിച്ചറിയാനുള്ള പരിശോധന തുടരുകയാണ്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങിയവരുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഈ DNA പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിമാന അപകടത്തിൽ മരണപ്പെട്ടവരുടെ എല്ലാം ശരീരം പൂർണ്ണമായി കത്തി നശിച്ച പശ്ചാത്തലത്തിൽ ഈ പരിശോധനയിലൂടെ മാത്രമേ മൃതദേഹങ്ങൾ തിരിച്ചറിയുക സാധ്യമാകുകയുള്ളൂ. അതിനാൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ DNA സാമ്പിളുകൾ ശേഖരിക്കുകയും അതിന്റെ പരിശോധന സിവിൽ ആശുപത്രിയിൽ തുടർന്നുകൊണ്ടും ഇരിക്കുകയാണ്. അതിനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ വിവിധ റിസൾട്ടുകൾ പോസിറ്റീവായി തുടങ്ങിയിരുന്നു. ഇന്നലെ രാത്രിയിൽ തന്നെ 11 പേരുടേത് പോസിറ്റീവായി. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന അപ്ഡേഷനിൽ 30 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 30 സാമ്പിളുകളുടേത് പോസിറ്റീവ് റിസൾട്ട് ആയിട്ടുണ്ട്. അതിനാൽ ഈ പോസിറ്റീവ് ആകുന്ന അല്ലെങ്കിൽ കൃത്യമായി മൃതദേഹം തിരിച്ചറിയുന്നതോടുകൂടി അത് അവരുടെ ബന്ധുക്കൾക്ക് കൈമാറുകയും പിന്നീട് അവരുടെ നാടുകളിലേക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗുജറാത്ത് സർക്കാരിന്റെയും ഭാഗത്തു നിന്നും ഉണ്ട്. അതിനാൽ DNA പരിശോധന ഇപ്പോഴും ഈ സിവിൽ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിക്കുകയാണ്. മലയാളിയായ രഞ്ജിതയുടെ DNA പരിശോധനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരൻ കഴിഞ്ഞ ദിവസം തന്നെ അഹമ്മദാബാദിൽ എത്തിയിരുന്നു. ഒപ്പം ഈ അപകടത്തിൽ മരണപ്പെട്ട ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി BJP നേതാവുമായ വിജയ് രൂപാണിയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ DNA സാമ്പിളുകളും മറ്റും എടുത്തിട്ടുണ്ട്. അതിപ്പോൾ പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. KP